ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവളപ്പിൽ നടന്ന ഒരു വലിയ കൊലപാതകത്തെക്കുറിച്ച് മുമ്പ് വിസ്മയ ന്യൂസ് നിങ്ങളെ അറിയിച്ചിരുന്നു. പ്രസന്നകുമാർ എന്ന 59കാരൻ അവിടെ പൂജാ സ്റ്റോർ പരബ്രഹ്മ പൂജാ സ്റ്റോറിലെ സഹായിയായി നിന്ന പ്രസന്നകുമാർ 2025 ഡിസംബർ 12 ആക്രമണത്തിന് ഇരയാകുന്നത്. പ്രസന്നകുമാറിനെ മർദ്ദിച്ചതാകട്ടെ ഗണപതി ആൽത്തറയ്ക്ക് സമീപം തേങ്ങ വിൽക്കുകയൊക്കെ ചെയ്യുന്ന ശങ്കരൻ്റെ മകൻ വിഷ്ണു, അതുപോലെ തന്നെ ഗണപതി ആൽത്തറയിലെ പൂജാരി, ഇവർ 3 പേരും ചേർന്നാണ് പ്രസന്നകുമാറിനെ മർദ്ദിച്ചത്. മർദ്ദനത്തിന് കാരണം ഈ ശങ്കരനും വിഷ്ണുവും ഒക്കെ ചേർന്ന് മറ്റൊരു കടയിലെ ജീവനക്കാരനെ, കടയുടെ ഉടമസ്ഥരെയും ജീവനക്കാരെയൊക്കെ ആക്രമിക്കുന്നത് കണ്ട് പ്രസന്നകുമാർ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുമ്പോഴാണ് മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ പ്രസന്നകുമാറിനെയും ഈ 3 പേരും ചേർന്ന് മാരകമായി മർദ്ദിക്കുന്നത്, ചവിട്ടി കൂട്ടിയത്. ഈ ആക്രമണത്തിൽ പ്രസന്നകുമാറിൻ്റെ വാരിയലുകൾ തകർന്നു, നട്ടെല്ലിന് ക്ഷതമേറ്റു, കഴുത്തിൻ്റെ കശേരുക്കളിൽ ക്ഷതമേറ്റു, മാരക പരിക്കേറ്റു. പ്രസന്നകുമാർ എന്നിട്ടും ഈ പരുക്കുകളോടെ തന്നെ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് ബസ് കയറി 10 മിനിറ്റോളം യാത്ര ചെയ്യുമ്പോൾ കായംകുളത്ത് എത്തും. അദ്ദേഹം അവിടെ ബസ്സിറങ്ങി കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ ബോധം കെട്ട് നിലത്ത് വീഴുന്നു. അബോധാവസ്ഥയിൽ കിടന്ന പ്രസന്നകുമാറിനെ കായംകുളം പോലീസുകാർ നേരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രസന്നകുമാർ മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പ്രസന്നകുമാറിന്റെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പൊട്ടലും ക്ഷതവുമൊക്കെ കാരണം കടുത്ത ന്യൂമോണിയ ബാധിച്ചാണ് പ്രസന്നകുമാർ മരണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ കായംകുളം പോലീസിന്റെ റിപ്പോർട്ട് എന്താണ്? വീഴ്ചയിലുണ്ടായ പരിക്കെന്ന്. ഈ മർദ്ദനത്തെക്കുറിച്ച് കായംകുളം പോലീസ് അക്ഷരമൊന്നും മിണ്ടിയിട്ടില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നില്ല. പോലീസിനെ കുറ്റപ്പെടുത്താനും കഴിയുകയില്ല. ഈ മർദ്ദനത്തിന്റെ പരാതി ലഭിച്ചത് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ഓച്ചിറ പോലീസ് ഇക്കാര്യം കായംകുളം പോലീസ് സ്റ്റേഷന് കൈമാറിയിട്ടില്ല. കായംകുളം പോലീസ് ഈ മർദ്ദന അക്രമ സംഭവത്തെക്കുറിച്ച് തുടരന്വേഷണം കൃത്യമായി നടത്തിയതുമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പൂജാ സ്റ്റോറിന്റെ ഉടമയായ വീട്ടമ്മ സിന്ധു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയന് പരാതി നൽകി. പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ അധികാരമേറ്റ ഉടനെ തന്നെ ഈ കേസിന്റെ അന്വേഷണം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അതുപോലെ തന്നെ കരുനാഗപ്പള്ളി ACP അന്വേഷിക്കുമെന്നും ഇന്റിമേഷൻ വന്നു മൊബൈൽ സന്ദേശമായി. പക്ഷേ ഈ വീട്ടമ്മ പലകുറി കരുനാഗപ്പള്ളി ACPയെ വിളിച്ചു, കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിളിച്ചു. അന്വേഷണം യാതൊരു വിധത്തിലും അനങ്ങുന്നില്ല. അപ്പോഴാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി കൊടുത്താൽ തനിക്ക് നീതി ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കഴിഞ്ഞ FIRകളും അതുപോലെ തന്നെ മെഡിക്കൽ ജേർണലുകളിൽ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റാൽ എന്തൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ മരണം സംഭവിക്കാം, എത്ര നേരം ഇദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടാകാതിരിക്കും എന്നൊക്കെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പരാതി ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സിന്ധു എന്ന വീട്ടമ്മ ഒറ്റയ്ക്ക് പോയി സമർപ്പിച്ചത്. അവരുടെ പോരാട്ട വീര്യത്തിനാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഒപ്പം വിസ്മയ ന്യൂസിനും അഭിമാനിക്കാൻ വകയുള്ളത്, വിസ്മയ ന്യൂസാണ് ഈ വാർത്ത അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് ആദ്യം ജനങ്ങളിൽ എത്തിച്ചത്. പരബ്രഹ്മ ക്ഷേത്ര സന്നിധിക്കകത്ത് ക്ഷേത്ര വളപ്പിനുള്ളിൽ നടന്ന സംഭവമായതുകൊണ്ട് മറ്റു മാധ്യമങ്ങളൊന്നും അങ്ങനെ കാര്യമായി എടുത്തില്ല. എന്നാൽ മനോരമ പത്രം വലിയ വാർത്ത തന്നെ ഈ സംഭവത്തിൽ കൊടുത്തിരുന്നു. ഏതായാലും ആ വീട്ടമ്മയുടെ പോരാട്ടത്തിന് ലഭിച്ച അംഗീകാരം എന്ന് പറയാൻ കഴിയുകയില്ല. അവർ നീതിക്ക് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. അവരുടെ അലച്ചിലിന് ഫലം ലഭിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രസന്നകുമാറിന്റെ മരണം കൊലപാതകമെന്ന് തെളിയുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. വിസ്മയ ന്യൂസ് ഇമ്പാക്റ്റാണിത്. ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ സാഹൂതം ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു തരുന്നു.